ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മെലീസ എന്ന് പറഞ്ഞ ഒരു ഫോറസ്റ്റ് റേഞ്ചറായിട്ട് ചാർജ് എടുക്കാൻ പോകുന്ന നമ്മുടെ ഹീറോയിനെയാണ്. അവൾ ആദ്യമായിട്ടാണ് ഈ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ കാടിനുള്ളിലേക്ക് സാധനങ്ങളുമായിട്ട് പോകുന്ന സമയത്ത് തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ ആ മെസ്സേജ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നതും പെട്ടെന്നാണ് റോഡിലെടുത്ത് നിൽക്കുന്നു. അവൻ ഇടിക്കാതിരിക്കാൻ വേണ്ടി വണ്ടി മറ്റൊരു വശത്തേക്ക് ഓടിച്ചങ്ങ് നിർത്തും. പക്ഷെ വലിയ അപകടമൊന്നും സംഭവിക്കത്തില്ല. എന്നിട്ടാണ് മെലിസ ആ ഒരു വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അവനോട് പറയും, ഏയ് ഇത് ഹണ്ടിങ് സീസൺ അല്ല, അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ പക്ഷെ അവൻ അവളോട് മറുപടി ഒന്നും പറയാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് അവൻ പറയും, ഇതിനെല്ലാം മറുപടി സാം പറയുമെന്ന് പറയുന്നത്. അല്ല ആരാ ഇതെന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടി ആ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അതിൽ ഇയാളാണ് സാം. ഇതെന്റെ ഫ്രണ്ട് സ്കീറാണ്. അവൻ വെറുതെ എന്നോടൊപ്പം ഈ ഒരു സ്ഥലമെല്ലാം ചുറ്റി കാണാനായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ ആയുധങ്ങൾ ഇരിക്കുന്ന കാണുമ്പോൾ മെലിസ പറയും, സോറി ഇത് ഹണ്ടിങ് സീസൺ അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഹണ്ട് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ സാം പറയും, ഇത് ഹണ്ട് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതല്ല, ഞങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തതേ ഉള്ളൂ. അതുപോലെ ഈ സ്ഥലങ്ങളിൽ വിചിത്രമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്, അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം എടുത്തത്. പിന്നെ നിയമം ഞാനും വായിച്ചിട്ടുണ്ട്, അതിലെ ആയുധങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവരരുതെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതും നമ്മുടെ മെലിസയ്ക്ക് ഇപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവൾ അവരോട് പറയും, ഓക്കെ എന്ത് തന്നെയായാലും ഒന്നിനെ കൊല്ലരുത് എന്നും പറഞ്ഞിട്ട് അവൾ തൻ്റെ വണ്ടിയെടുത്ത് ഇപ്പോൾ കുറേ ദൂരം വന്ന് ഒരു ഗേറ്റിനടുത്ത് വണ്ടി നിർത്തും. ആ ഗേറ്റ് ലോക്ക് ചെയ്തേക്കാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ആ ഒരു ഗേറ്റ് ഇപ്പോൾ തുറക്കുന്നു. അങ്ങനെ തുറന്ന് തൻ്റെ വണ്ടി ആ ഗേറ്റിനപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ ഗേറ്റ് അടയ്ക്കാനായിട്ട് വരുമ്പോൾ മറ്റൊരു വണ്ടി നല്ല വേഗതയിൽ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അതിനകത്തിരിക്കുന്ന ആളാരാണെന്ന് മെലിസയ്ക്ക് അറിയാൻ കഴിയുന്നില്ല. കുറേ നേരം ആ ഒരു വണ്ടി അവിടെ തന്നെ നിർത്തിയിട്ട് മെലിസയെ നോക്കി നിൽക്കുന്നു. മെലിസയും അയാളെ തന്നെ നോക്കി നിന്നിട്ട് മറുപടി ഒന്നും പറയാതെ അവളെ നിന്ന് വലിയ കാര്യമൊക്കെ തൻ്റെ വണ്ടി എടുത്ത് ആ ഗേറ്റും പൂട്ടി തൻ്റെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും തന്നെ ആ ഒരാളും തൻ്റെ വണ്ടിയും തിരിച്ചവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മെലിസ വരുന്നത് ആ ഒരു ലുക്ക് ഔട്ട് ടവറിലേക്കാണ്. അപ്പോൾ ഇവിടെയാണ് അവൾ നിൽക്കേണ്ടത്. ഈ കാടിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, തീപിടുത്തം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. അതാണ് മെലിസയുടെ ജോലി. അങ്ങനെ മെലിസ അവിടേക്ക് വരുമ്പോൾ ഇതൊരു ഷിഫ്റ്റ് പോലെയാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ ഇതിനകത്ത് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ നിൽക്കുന്ന വേറൊരുത്തനുണ്ട്. അവനിപ്പോൾ താഴേക്ക് ഇറങ്ങി വന്ന് അവൻ ഇവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കാണ്. അതുമല്ല അല്ല നീ എന്ത് പറ്റി ഇത്ര താമസിക്കാനായിട്ട്? അവൾ പറയില്ല, റോഡിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറയുന്നത്. അവൻ്റെ പേര് ബില്ലി എന്നാണ്. ബില്ലി പറയും, നീ ഇതൊക്കെ ക്യാപ്റ്റനോട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല. അയാൾ നല്ലതുപോലെ നിന്നെ വഴക്ക് പറയും. അതുകൊണ്ട് എക്സ്ക്യൂസ് ഒന്നും പറയാതെ നേരെ ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് ചെന്ന് റിപ്പോർട്ട് ചെയ്യും. ഇത് നിന്റെ ഫസ്റ്റ് ദിവസമല്ലേ എന്ന് പറയുമ്പോൾ മെലിസയ്ക്കാണെങ്കിൽ ഈ ഒരു ജോബ് അത്ര എക്സൈറ്റിംഗ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ബില്ലി പറയും, അത്ര എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, അതൊരിക്കലും ഈ ജോലിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോകുന്നു. അതുമല്ല അടുത്ത ഒരു മാസം നീ ഇവിടെ പിടിച്ചു നിൽക്കണം, അത് സർവൈവ് ചെയ്ത്. അതുമല്ല ഈ കാടിനുള്ളിൽ പല സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതെല്ലാം നമ്മുടെ ഹീറോയിനോട് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. അതുപോലെ ഒരു മാസം ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആഴ്ചയിലായിരിക്കും അവൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ എത്തിക്കുന്നത്. അങ്ങനെ മെലിസ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ആ ഒരു ടവറിന് മുകളിലേക്ക് കയറുന്നു. എന്നിട്ട് തന്റെ ബൈനോക്കുലർ എടുത്ത് വെച്ചിട്ട് അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അതിങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ കുറെ നേരം അതിനകത്തെല്ലാം ചുറ്റി നടന്നിട്ട് ഇപ്പോൾ ബോറടിക്കുന്നത് കൊണ്ട് തന്നെ താഴെ നിന്ന് അവൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് മുകളിലേക്ക് കയറ്റുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ആ ഒരു റേഡിയോ പരിശോധിക്കുമ്പോഴത്തേക്കും അത് വർക്കാവുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, താഴെയുള്ള ജനറേറ്റർ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ താഴേക്ക് വന്ന് ആ ഒരു ജനറേറ്റർ ഓൺ ആക്കിയിട്ട് ഇപ്പോൾ സമയം നോക്കുമ്പോൾ അവൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം ലേറ്റായി പോയി. ഓടി വന്ന് ആ ഒരു റേഡിയോയിൽ അവളുടെ പേര് പറഞ്ഞ് അവൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവളുടെ ബോസ് നല്ലതുപോലെ തന്നെ ദേഷ്യപ്പെടും. ഫസ്റ്റ് ഡേ ആയിട്ട് നീ താമസിച്ചാണ് ഇവിടേക്ക് വന്നത്, അതുകൂടാതെ ഇപ്പോൾ താമസിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു, ഇതൊന്നും ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമില്ല എന്നും പറഞ്ഞ് അവൾ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആ ബോസ് പറയും, ശരി ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നതും അവൾ ബൈനോക്കുലർ എടുത്തിട്ട് ചുറ്റിനെ നോക്കാണ്. എന്നിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു കിളി വന്നിട്ട് ഇവിടെയുള്ള ഗ്ലാസ്സിലേക്ക് ഇടിച്ച് അത് ചത്ത് താഴെ വീഴുന്നു. ഈ കാര്യം ആ ബോസിനോട് പറയുന്നതും ബോസ് പറയും, ഓക്കെ അതിനെ നോക്കി നിൽക്കാതെ അതിനെ താഴേക്ക് കൊണ്ടൊന്ന് കുഴിച്ചിട് എന്ന് പറയുന്നതും അവൾ റിപ്പോർട്ടെല്ലാം ചെയ്തു കഴിഞ്ഞ് ഇപ്പോൾ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. അവളുടെ ഫസ്റ്റ് ദിവസം തന്നെ ഇങ്ങനൊരു അവസ്ഥയായിപ്പോയി. അവൾ അത്ര ഹാപ്പിയല്ല. അങ്ങനെ ഇരുന്നിട്ട് ആ ടവറിന്റെ മുകളിൽ നിന്നും അവൾ താഴേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ആ പക്ഷിയുണ്ടല്ലോ അതിനെ താഴെ കുഴിച്ചിടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ അതിനെ കുഴിച്ചിടുന്നതിന് മുന്നേ അവളുടെ കയ്യിലുള്ള ക്യാമറ വെച്ചിട്ട് അതിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസത്തെ ലാസ്റ്റ് റിപ്പോർട്ട് അവൾ ചെയ്യാൻ പോവാണ്. അങ്ങനെ ആ റിപ്പോർട്ടും ചെയ്തു കഴിഞ്ഞ് അവള് ആ സന്ധ്യാസമയത്തുള്ള ആകാശം ഉണ്ടല്ലോ അതെല്ലാം നല്ലതുപോലെ ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയാവുന്നതും അവൾ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവളുടെ റേഡിയോയിൽ വേറൊരു റേഞ്ചർ റിപ്പോർട്ട് ചെയ്യാണ് അവൻ ടവർ 12-ലാണെന്നും അതുപോലെ അടുത്തുള്ളൊരു മലയിലാണ് അവൻ നിൽക്കുന്നതെന്ന് പറയും. അതുപോലെ അവൻ്റെ പേര് റോയ്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ ബില്ലിയായിട്ടാണ് സംസാരിച്ചിരുന്നത്. പിന്നെ നമ്മൾ സംസാരിക്കുന്ന കാര്യം ഒരിക്കലും ബോസ് കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും സംസാരിച്ച് സുഹൃത്തുക്കളാവുന്നു. അതുപോലെ നമ്മുടെ മെലിസ പറയുന്നുണ്ട്, ഞാനെന്തായാലും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ പോകുന്നില്ല, ഒരു 2 മാസമെങ്കിലും ഇവിടെ കാണും, കാരണം ഈ ഒരു ജോലി ചെയ്യാനായിട്ട് എനിക്ക് അത്ര ഇഷ്ടമാണ്. അങ്ങനെ കുറെ നേരം ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്
ഇപ്പോൾ ഹീറോയിൻ ഉറങ്ങാനായിട്ട് കിടക്കാണ്. അതിനു മുന്നേ അവളുടെ ഹെഡ്ഫോൺ എടുത്ത് അവളുടെ ചെവിയിൽ വെച്ച് പാട്ടെല്ലാം കേട്ടിട്ടാണ് കിടക്കുന്നത്. ആ സമയത്ത് വെളിയിൽ എന്തോ ഒരു കാര്യം കാടിനുള്ളിലേക്ക് കത്തി ഇങ്ങനെ വീഴുന്നു. അത് അവൾ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ മെലിസ എഴുന്നേറ്റ് ആദ്യം തന്നെ എക്സസൈസ് എല്ലാം ചെയ്യുന്നുണ്ട്. ആ ടവറിന് മുകളിൽ കടന്ന് കുറച്ചു നേരം ഓടും. അത് കഴിഞ്ഞ് താഴെ വന്നിട്ട് കുളിക്കുന്നു. അങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൾക്ക് എന്തോ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ആരോ ഒരാൾ അവളെ നോക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടി കാരണം അവൾ പെട്ടെന്ന് അവിടെ നിന്നും ആ ഒരു ടവറിന് മുകളിലേക്ക് പോകും. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് സ്കീർ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ടല്ലോ, അവനായിരുന്നു ഇതിന് ചുറ്റും ഉണ്ടായിരുന്നത്. അങ്ങനെ ഹീറോയിൻ മുകളിലേക്ക് വന്നിട്ട് അവൾ തന്റെ ബൈനോക്കുലർ എടുത്തു വെച്ച് ചുറ്റിനെ നോക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ആരെയും കാണുന്നില്ല. അത് കഴിഞ്ഞ് ആ ഒരു റേഡിയോയിലൂടെ അവളുടെ ബോസിനെ റിപ്പോർട്ടും ചെയ്ത് അവളിപ്പോൾ ഈ കാടിനകത്ത് നടക്കാനായിട്ട് പോവാണ്. അങ്ങനെ കുറച്ചു നേരം ഈ കാടിനുള്ളിലൂടെ നടന്നു വരുമ്പോഴത്തേക്കും ഈ ബിയറിന്റെ ക്യാനുകളുണ്ടല്ലോ, അത് കുറെ എണ്ണം കിടക്കുന്ന കാണും. അതവള് കാര്യമാക്കത്തില്ല. കുറച്ച് അടുത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവിടെ കരിയിൽ വെച്ചിട്ട് എന്തോ ട്രാപ്പുകളുണ്ടല്ലോ അത് മൂടി വെച്ചേക്കുന്നു. അതവള് ശ്രദ്ധിക്കും. എന്നിട്ട് ഒരു കമ്പെടുത്ത് ആ ട്രാപ്പിലേക്ക് വെച്ചു കൊടുക്കുന്നതും ഈ ട്രാപ്പ് ഇപ്പോൾ അടയാണ്. അതുകൊണ്ട് തന്നെ ഇനി അതിലെ വരുന്ന ആർക്കും ഒരു പരികം പറ്റാൻ പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവൾ കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നു ചെല്ലുമ്പോഴാണ് ഒരു മരത്തിന്റെ കൊമ്പിലെ ഒരു തുണിയും അതേപോലെ തന്നെ അതിൽ നീല നിറത്തിലെ എന്തോ ഒന്ന് പറ്റിയിരിക്കുന്നു. അതെന്താണെന്ന് അവൾക്ക് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നു പോകുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ആ വശത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ടെന്റ് ഉണ്ട്. അതുപോലെ വെളിയിൽ ഒരു സ്പീക്കറിൽ പാട്ട് കേൾക്കുന്നുണ്ട്. അതിന്റെ ശബ്ദമാണ് അവൾ കേട്ടത്. അങ്ങനെ അടുത്തേക്ക് വന്ന ആ ഒരു സ്പീക്കർ എടുത്ത് അത് അവൾ ഓഫ് ചെയ്യും. എന്നിട്ട് ആ ഒരു ടെന്റിനുള്ളിലേക്ക് നോക്കുമ്പോൾ ആ ടെന്റില് എന്തോ ഒരു ഹോള് വീണിട്ടുണ്ട് കത്തിയതുപോലെ. അതുപോലെ ടെന്റിനുള്ളിലും വേറെ ആരെയും കാണുന്നില്ല. അങ്ങനെ അവൾ പുറകിലേക്ക് വരുന്നതും പെട്ടെന്നൊരു സ്ത്രീ അവിടെ വന്ന് നിൽക്കുന്നു. അതുപോലെ അവരെന്തായാലും നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലല്ല. മെലിസ പെട്ടെന്ന് അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും അവർ സ്ട്രേഞ്ച് ആയിട്ടുള്ള വിചിത്രമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴാണ് അവൾ നോക്കുമ്പോഴത്തേക്കും അവരുടെ കാലുണ്ടല്ലോ അത് പൊള്ളിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ ടെന്റിൽ എന്തെങ്കിലും തീ പിടിച്ചിട്ട് അവരുടെ കാലിങ്ങനെ ആയതായിരിക്കാം. അങ്ങനെ മെലീസ അവരുടെ പേര് ചോദിക്കും. അങ്ങനെ അവരവരുടെ പേര് പറയുന്നതും അതിനോടൊപ്പം തന്നെ അവർ വീണ്ടും വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയും പറയും, ശരി എന്തായാലും നിങ്ങൾ എന്നോടൊപ്പം ആ ഒരു ടവറിനടുത്തേക്ക് വാ, അവിടെ വന്നിട്ട് നമുക്ക് ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിക്കാമെന്നും പറഞ്ഞ് ഹീറോയിൻ ആ ഒരു ടവറിനടുത്തേക്ക് കൊണ്ടുപോവാണ്. അവിടെ കൊണ്ടുവന്ന് ഇരുത്തുമ്പോഴും അവരെന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് നിർത്താതെ. അപ്പോൾ മെലിസ പറയും, ശരി ഞാൻ എന്തായാലും മുകളിലേക്ക് പോയിട്ട് ആരെങ്കിലും വിളിച്ച് ഈ വിവരം അറിയിക്കാം, എന്നിട്ട് ഞാൻ താഴേക്ക് വരാമെന്ന് പറഞ്ഞ് അവരെ അവിടെ ഇരുത്തി മെലിസ നേരെ മുകളിലേക്ക് പോയിട്ട് ഇപ്പൊ കാണിക്കുമ്പോഴാണ് താഴെ അവളുടെ സോളാർ പാനൽ ഉണ്ടല്ലോ അത് തകർന്നു വീണിട്ടുണ്ട്. ഈ കാര്യം അവൾ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിച്ചാലും അത് കാര്യമാക്കാതെ ഈ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി അവൾ മുകളിലേക്ക് വന്ന് ഇപ്പൊ മറ്റു റേഞ്ചറിനോട് ഇതുപോലെ ഇവിടെ നടക്കുന്ന ആ ഒരു കാര്യം പറഞ്ഞിട്ട് ആരെങ്കിലും സഹായത്തിനായിട്ട് ഇവിടേക്ക് വിടണമെന്ന് പറയുമ്പോൾ അയാൾ പറയും, ഓക്കെ നമ്മുടെ ക്യാപ്റ്റൻ എഡ്വേർഡ് അധികം പെട്രോളിങ്ങിനായിട്ട് ഇവിടേക്ക് വരാൻ പോവാണ്, ഞാൻ എന്തായാലും വിളിച്ചു പറഞ്ഞേക്കാം, അവർ പെട്ടെന്ന് ആ ഒരു സ്ഥലത്തേക്ക് വരുമെന്ന് പറയുന്നതും ഹീറോയിൻ ഇപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു സ്ത്രീയെ കാണാൻ വേണ്ടി താഴേക്ക് വരുമ്പോൾ അവരെ അവിടെ കാണാനില്ല. ഷെടാ ഇവരെ എവിടെ പോയി എന്ന് പറഞ്ഞ് ചുറ്റും നോക്കുമ്പോഴത്തേക്കും കുറച്ച് ദൂരെയായിട്ട് അവർ ഈ കാടിനുള്ളിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ മെലിസ അവരുടെ അടുത്തേക്ക് വന്ന് അവരെ പിടിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല. പക്ഷെ അവർക്ക് എന്തോ പറ്റിയെന്ന് മെലിസയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവരെ വിളിച്ച് ആ ടവറിനടുത്തേക്ക് തന്നെ കൊണ്ടുപോവാണ്. അതേസമയം മറ്റൊരിടത്ത് ക്യാപ്റ്റൻ എഡ്വേർഡ് ഉണ്ടല്ലോ മൊട്ടത്തലയൻ, അയാളിപ്പോൾ അയാളുടെ ടീമുമായിട്ട് പെട്രോളിങ്ങിനായിട്ട് ഇറങ്ങിയേക്കാണ്. അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ഹീറോയിൻ പറഞ്ഞ ആ റേഞ്ചർ ഉണ്ടല്ലോ അയാള് ക്യാപ്റ്റനോട് ഈ കാര്യം പറയുന്നത്. ഇതുപോലെ മെലീസയുടെ അടുത്ത് ഒരു സ്ത്രീക്ക് വയ്യാതിരിക്കാണ്, അവർ സഹായിക്കാനായിട്ട് അവിടേക്ക് പോകണമെന്ന് പറയുന്നതും നമ്മുടെ ക്യാപ്റ്റൻ മൊട്ട വണ്ടി നേരെ തിരിച്ച് മെലീസയുടെ അടുത്തേക്ക് പോകുന്നു. ഇവിടെ മെലീസയുടെ അടുത്ത് കാണിക്കുമ്പോൾ അവളിരിക്കുന്ന ആ സ്ഥലത്തേക്ക് തന്നെ സ്കീർ എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തനുണ്ടല്ലോ അവൻ ഇപ്പോഴും ഒളിഞ്ഞു നിന്നതെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ മൊട്ട വണ്ടിയായിട്ട് ഇവിടേക്ക് വന്ന് കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ അവരുടെ കാലെല്ലാം കാണിച്ചു കൊടുത്ത് കാര്യം പറയും. അങ്ങനെ അവരെ പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നതിന് മുന്നേ ക്യാപ്റ്റൻ മെലീസയുടെ ഒരു കാര്യം പറയുന്നുണ്ട്, അല്ല നീ എന്തിനാ ഈ ഒരു ടവർ വിട്ട് വെളിയിലേക്ക് പോകുന്നേ? ഈ ടവറിന് മുകളിൽ നിന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഈ കാടിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കി പറഞ്ഞാൽ മതി, അല്ലാതെ ടവർ വിട്ട് ഒരിക്കലും വെളിയിലേക്ക് പോകരുത്, അതാണ് നിന്റെ ജോലി. അതുകൊണ്ട് ഇതേ ആ കേടായി കിടക്കുന്ന സോളാർ പാനലില്ലേ അത് എത്രയും പെട്ടെന്ന് ശരിയാക്കണം എന്നും പറഞ്ഞ് അയാൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇതുകൂടി ആവുന്നത് നമ്മുടെ മെലിസയ്ക്ക് ആകെ ടെൻഷനായിട്ട് അവൾ മുകളിലേക്ക് വന്നിരുന്ന് ഇന്നത്തെ ദിവസം പോയിന്ന് പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങുന്നു. പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്കാണ് ഒരു കാര്യം ആലോചിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. അവൾ പെട്ടെന്ന് വന്ന ആ ഒരു റേഡിയോ എടുത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ക്യാപ്റ്റൻ ഉണ്ടല്ലോ അയാൾ നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കാണ് അടുത്തുള്ള ആ ഒരു സ്ട്രേഞ്ചർ റോയി അവനിപ്പോൾ ഹീറോയിനെ വിളിച്ചിട്ട് ഏയ് അതൊന്നും നീ വലിയ കാര്യം കണ്ടെന്ന് പറയുന്നതും കുറച്ച് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ ടവറിന് താഴേക്ക് വന്ന് ആ ഒരു ജനറേറ്റർ വീണ്ടും ഓൺ ആക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ടവറിന് മുകളിലേക്ക് കയറാണ്ട് വരുമ്പോഴത്തേക്കാണ് താഴെ എന്തോ ഒരു ബാഗ് കിടക്കുന്നു. അങ്ങനെ അതും എടുത്ത് അവൾ നേരെ ടവറിന് മുകളിലേക്ക് ചെന്ന് അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് പല നിറത്തിലുള്ള കല്ലുകളുണ്ട്. ഇതെന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ ഒരു കല്ലുകൾ എടുത്ത് വെച്ചിട്ട് അവളുടെ കയ്യിലുള്ള മാഗസീനും അതേപോലെ തന്നെ ബുക്കുകൾ ഇതെല്ലാം വെച്ച് ഈ കല്ല് എന്താണെന്ന് അവൾ മനസ്സിലാക്കാൻ ശ്രമിക്കും.
അങ്ങനെ കുറെ നേരം അത് നോക്കി അന്ന് രാത്രിയാവുന്നതും റോയ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു റേഞ്ചർ ഇപ്പോൾ ഹീറോയിനെ വിളിച്ചിട്ട്, എഡ്വേർഡ് അങ്ങനെ പല കാര്യങ്ങളും നിന്നോട് പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ നീ അതൊന്നും കാര്യമാക്കണ്ട, നീ ആ സ്ത്രീയെ കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത് എന്നെല്ലാം പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ചേ. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ വെളിയിൽ നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ട്. അത് അവള് ശ്രദ്ധിക്കുന്നു. അതേസമയം സ്കീർ എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തനുണ്ടല്ലോ, അവൻ ഇപ്പോഴും കാടിനകത്ത് നിന്ന് എന്തോ ഒരു കാര്യം ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കാണ്. ഇവനിന്റെ ഭ്രാന്തനാണോ എന്താണെന്ന് അറിയത്തില്ല. കാണിക്കുമ്പോഴാണ് അവന്റെ കയ്യിൽ ഇതുപോലെ ചെറിയ കല്ലുകളുണ്ട്. നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ കിട്ടിയാലോ അതേപോലെയുള്ള കല്ലുകളാണ് അവനും കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഹീറോയിൻ റോയിയോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് അവളിപ്പോൾ ഉറങ്ങാൻ പോവാണ്. ആ സമയത്ത് അവളുടെ ഫോൺ എടുത്ത് പാട്ട് കേൾക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ഫോണിൽ സിഗ്നൽ കിട്ടുന്നില്ല. ഫോൺ അങ്ങ് ഓഫായിപ്പോയി, ഒന്നും വർക്കാവുന്നില്ല. അതുപോലെ അവളുടെ റേഡിയോ വർക്കാവുന്നില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആ റേഡിയോ വീണ്ടും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ അതിലുള്ള ഫ്രീക്വൻസിയും മാറുകയാണ്. അപ്പോൾ അവൾ ആരോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഒരു കണക്ഷനും അവൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ അവൾ കിടക്കാനായിട്ട് പോകുമ്പോൾ വീണ്ടും അതിന്റെ ഫ്രീക്വൻസി തനിയെ ചേഞ്ച് ആവുകയാണ്. അതുമല്ല വേറെ എന്തോ ഒരു ശബ്ദവും ഒരു എക്കോ പോലെ അതിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇതും കൂടി കണ്ട് നമ്മുടെ ഹീറോയിൻ കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ ആവുന്നതും സാധാരണ അവൾ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ തന്റെ ജോലിയുടെ ഭാഗമായിട്ട്, ആ കാര്യങ്ങളെല്ലാം അവൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് അവളുടെ ക്യാപ്റ്റൻ പറയുന്ന കാര്യം ഒരിക്കലും വക വയ്ക്കാതെ അവൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഈ കാടിനകത്തേക്ക് പോകാൻ നിൽക്കാണ്. അതും പ്രത്യേകിച്ച് ആ ഒരു ടെന്റിനടുത്തേക്ക് പോകാൻ നിൽക്കുന്നു. അങ്ങനെ അവൾ ആ ഒരു ടവറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നേരെ ആ ടെന്റിന്റെ അടുത്തേക്ക്, സ്ത്രീയെ കിട്ടിയ ടെന്റിനടുത്തേക്ക് ചെല്ലും. അവിടെ ചെന്നിട്ട് ആ ടെന്റിന്റെ ഫോട്ടോ എല്ലാം അവൾ എടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു ക്യാമ്പർ ആ വഴിയെ വരുന്നത്. അങ്ങനെ അവൻ അവിടേക്ക് വന്നിട്ട് ഹീറോയിനോട് ചോദിക്കും, അല്ല ഈ ടെന്റിൽ എന്താ സംഭവിച്ചത് ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്കും അറിയത്തില്ല, അത് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ഞാനും വന്നത്. അപ്പോൾ അവൻ പറയും, ഇനി എന്തെങ്കിലും കരടി എന്തെങ്കിലും ആണോ, ഞാനിവിടെ നിന്ന് കുറച്ച് ദൂരെയായിട്ടാണ് ക്യാമ്പ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അവൻ വേറെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും മെലിസ പറയും, ഇല്ലില്ല, ഇതൊരിക്കലും കരടിയാവാനൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ചോദിക്കും, ഇന്നലെ രാത്രി ആ ഒരു ഇടിയും മിന്നലും വരുമ്പോൾ എന്തെങ്കിലും സ്ട്രേഞ്ച് ആയിട്ടുള്ള ശബ്ദങ്ങൾ നീ കേട്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഹേയ് പ്രത്യേകിച്ചൊന്നും ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്തോ കുറെ തമാശകളൊക്കെ പറയാൻ തുടങ്ങും. പക്ഷെ മെലിസയ്ക്ക് ഒരിക്കലും അത് ഇഷ്ടപ്പെടത്തില്ല. അത് അവന് കാണുമ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ അവൻ പറയും, ഓക്കെ, ഞാൻ എന്തായാലും തിരിച്ചെന്റെ ക്യാമ്പിലേക്ക് തന്നെ പോവാണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അപ്പോൾ മെലിസ, ഓക്കെ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പറയുന്നതും അവൻ പറയും, നിങ്ങൾക്കും അതേപോലെ തന്നെ, പിന്നെ സേഫ് ആയിട്ടിരിക്കണമെന്നും പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. മെലിസ അവന്റെ ഈ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് മെലിസ തന്റെ ടവറിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഇപ്പൊ ആ ബാൽക്കണിയിൽ തന്നെ ഒരുപാട് നേരം ഇരിക്കുന്നു. അങ്ങനെ അന്നത്തെ ദിവസം രാത്രിയാവുന്നതും അവൾ വീണ്ടും റോയി എന്ന് പറഞ്ഞ് അവനോട് സംസാരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കാണ് റോയി കല്യാണം കഴിച്ചതായിട്ടും അതേപോലെ തന്നെ അവന്റെ ഭാര്യ ഈ ഇടയ്ക്കാണ് മരണപ്പെട്ടത് എന്നുള്ള കാര്യവും ഹീറോയും മനസ്സിലാക്കുന്നത്. അങ്ങനെ അവനെ സമാധാനിപ്പിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഹേയ് അതിനൊന്നും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇവിടേക്ക് വന്നതിന് ശേഷം ഈ കാട്, മരങ്ങള്, മല, ആകാശം ഇതെല്ലാം കണ്ട് അവളുടെ ഓർമ്മകളെല്ലാം എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് അവനും പറയുന്നു. അപ്പൊ തന്നെ നമ്മുടെ മെലിസ അവളെ പറ്റിയുള്ള കാര്യങ്ങളും പറയും. അവിടെ ഈ ഒരു ജോലിക്ക് വന്നത് തന്നെ സമാധാനത്തിന് വേണ്ടിയിട്ടാണെന്നും അവളുടെ മനസ്സിലുള്ള ഒരുപാട് വിഷമങ്ങളും ഇതിലൂടെ തന്നെ മാറുമെന്നെല്ലാം അവൾ വിശ്വസിക്കുന്നുണ്ട് എന്നെല്ലാം അവളുടെ കാര്യങ്ങളും അവരോടും പറയുന്നു. അത് കഴിഞ്ഞിട്ട് അവളിപ്പോൾ ഉറങ്ങാനായിട്ട് കിടക്കാണ്. പക്ഷെ അവൾക്ക് ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് തന്നെ താനെടുത്ത ആ ഒരു ഫോട്ടോസ് ഉണ്ടല്ലോ, അത് പിന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ ടെന്റിന്റെ ഫോട്ടോ എത്തുന്നതും അവിടെ എന്തോ ഒരു കാര്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം വീണ്ടും എഴുന്നേറ്റ് തന്റെ സാധാരണ ഡ്യൂട്ടികളെല്ലാം അവൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് തന്റെ ബാഗും പാക്ക് ചെയ്ത് അവൾ കാടിനുള്ളിലേക്ക് പോവാണ്. അതേസമയം തന്നെ മറ്റൊരിടത്ത് ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ക്യാമ്പർ ഉണ്ടല്ലോ, ഇന്നലെ മെലീസ കണ്ട, അവനും എവിടേക്കോ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മെലീസ കുറേ ദൂരം നടന്നു വരുമ്പോഴത്തേക്കും എവിടെ നിന്നോ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അതുപോലെ ആ ഒരു സൗണ്ട് പലയിടങ്ങളിൽ നിന്ന് കേൾക്കുന്നത് കൊണ്ട് തന്നെ അവൾക്കിത് കേട്ടിട്ട് നല്ല പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെലീസ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചോടും. ഓടുന്ന വഴിക്കാണ് ഒരു കാര്യം, അവൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു കെണി ഉണ്ടായിരുന്നു. അതിലേക്ക് കൊണ്ട് ചവിട്ടി കൊടുക്കുന്നതും ആ ഒരു കെണി അവളുടെ കാലിൽ കുടുങ്ങി. വേദന കാരണം അവൾ താഴെ ഇരുന്ന് കരയാൻ തുടങ്ങും. അതല്ല ഇത് വലിച്ചിളക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും കഴിയുന്നില്ല. ആ സമയത്താണ് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആ ഒരുത്തൻ അവിടേക്ക് വരുന്നത്. ഏയ് നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നതും മെലീസയ്ക്ക് ഇപ്പോഴും അവന് സംശയമുണ്ട്. കാരണം അവൾ വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇവനുമുണ്ട്. എന്നിരുന്നാലും ആ കെണി അഴിച്ചല്ലേ മതിയാവൂ. അങ്ങനെ അവൻ ആ ഒരു കെണി വലിച്ചൂരിയിട്ട്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തായാലും നിങ്ങൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തിക്കാം എന്ന് പറയുമ്പോൾ മെലിസ ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ല. കാരണം അവൾ ആ ഒരു ടവറിലാണ് നിൽക്കുന്നത് എന്ന് വേറെ ആരും അറിയരുത്. അതുകൊണ്ട് തന്നെ മെലിസ പറയും, ഇല്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ തിരിച്ചു പോയിക്കോളാം, നിങ്ങൾ എൻ്റെ കൂടെ വരേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും, ഇല്ലല്ല ഞാൻ എന്തായാലും നിങ്ങളെ കൊണ്ടാകാം, നിങ്ങൾക്ക് ഒട്ടും കാല് വയ്യാന്നെല്ലാം പറഞ്ഞിട്ട് ഇവൻ അവളോടൊപ്പം പോകാനായിട്ട് വാശി പിടിക്കുകയാണ്. ഇത് കാരണം നമ്മുടെ മെലീസയ്ക്ക് നല്ല ദേഷ്യം വന്ന് അവൾ പറയും, ഇല്ല നിങ്ങൾ എന്തായാലും വരേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് അവളുടെ കയ്യിലുള്ള ഈ കരടി സ്പ്രേ ഉണ്ടല്ലോ, ഈ കരടികൾ വരുമ്പോഴത്തേക്ക് യൂസ് ചെയ്യുന്ന ഒരു തരം സ്പ്രേ, അതെടുത്ത് അവനെ നിൽക്കാൻ ചൂണ്ടി വെച്ചേക്കാണ്. ഇനി ഞാൻ പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്യുമെന്ന് പറയുന്നതും അവൻ പറയും, ഇല്ല എനിക്ക് നിന്നോടൊപ്പം വന്നേ മതിയാവൂ, കാരണം ഞാൻ അന്വേഷിക്കുന്ന ഒരു കാര്യം അവിടെയുണ്ട്,
എന്ന് പറയുമ്പോഴത്തേക്കും മെലീസ പെട്ടെന്ന് ആ സ്പ്രേ എടുത്ത് അവന്റെ കണ്ണിലേക്ക് അടിച്ചു കൊടുക്കും. പക്ഷെ അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. അവനൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. അവൻ പെട്ടെന്ന് ആ ഒരു സ്പ്രേ അങ്ങ് പിടിച്ചു വാങ്ങിയിട്ട് അവളോട് പറയും, ഒന്നും ആലോചിക്കരുത്, ഇനി മുന്നിലേക്ക് നടക്ക് എന്നും പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുമ്പോൾ കറക്റ്റ് സമയത്ത് സാമും അതേപോലെ തന്നെ അവന്റെ കൂടെയുള്ള വേർത്തനുണ്ടല്ലോ ബക്ക് എന്ന് പറഞ്ഞിട്ട് അവര് രണ്ടുപേരും അവിടേക്ക് വരികയാണ്. എന്നിട്ട് അവരുടെ കയ്യിൽ ആ ഒരു അമ്പുവില്ല് വെച്ചിട്ട് ഇവനെ അങ്ങനെ എയിം ചെയ്ത് അവളുടെ അടുത്ത് നിന്ന് മാറാൻ പറയും. അങ്ങനെ രണ്ടുപേരും ഓടി വന്ന് അതിൽ സാം നമ്മുടെ ഹീറോയിനെ പിടിച്ചിട്ട് അവളെ കൊണ്ട് മുന്നിലേക്ക് നടന്നു പോവാണ്. കൂടെയുള്ള ബക്ക് എന്ന് പറഞ്ഞവനാണെങ്കിലോ ആ അമ്പുമില്ലും ഈ സ്ട്രേഞ്ചർ ആയിട്ടുള്ള അവന്റെ നെറുക്കിനെ എയ്യാനായിട്ട് നിൽക്കുന്നു. അവൻ വന്നു കഴിഞ്ഞാൽ അവൻ എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സാമും മെലിസയും മുന്നിലേക്ക് പോകുന്നതും ആ സ്ട്രേഞ്ചർ ഉണ്ടല്ലോ അവനിപ്പോ മുന്നിലേക്ക് നടന്നു വരുമ്പോൾ ബക്ക ഒരു അമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അവന്റെ ദേഹത്ത് കൊള്ളാതെ പോകും. അതുകൊണ്ട് തന്നെ ബക്കിനടുത്തേക്ക് അവൻ നടന്നു വന്ന് ബക്കിന്റെ കഴുത്തിലേക്ക് പിടിച്ച് അവനെ പൊക്കിയങ്ങെടുക്കും. ഇതിലൂടെ തന്നെ മനസ്സിലായി അവനൊരു സാധാരണ മനുഷ്യനല്ലാന്ന്. അതുമല്ല, ബക്കിനെ അങ്ങനെ പിടിച്ചു വെച്ചിട്ട് അവനെ കൊല്ലുന്നതിന് മുന്നേ അവന്റെ പോക്കറ്റിൽ നിന്നും വേറെന്തോ ഒരു കാര്യം ഇവൻ എടുക്കുന്നുണ്ട്. അത് തിളങ്ങുന്നൊരു കല്ലുണ്ട്. അങ്ങനെ ബക്കിനെ കഴുത്തി ഞെരിച്ച് കൊന്നതിന് ശേഷം ഇവരുടെ പിറകെ പോകുമ്പോൾ ഇവര് രണ്ടുപേരും നല്ല വേഗതയിലൂടെയാണ്. സാമണയിൽ നല്ല സ്പീഡിന് പോകുമ്പോഴത്തേക്കും മെലീസ താഴെ വന്ന് വീഴും. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ അവിടെ കാണുന്നില്ല. അവൻ ഇതുവരെ അടുത്തേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും സാമ് പിന്നെ ഓടി വന്ന് നമ്മുടെ മെലീസയെ പിടിച്ച് അവന്റെ വണ്ടിക്കകത്തേക്ക് അവളെ കൊണ്ടുപോകും. അങ്ങനെ രണ്ടുപേരും കാറിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും മെലീസയുടെ അടുത്ത് തന്നെ ആ ഒരുത്തം വന്ന് നിൽക്കുന്നു. ഇത് കണ്ട സാമാണെങ്കിലോ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും അവൻ കൈകൊണ്ട് ഈ ഒരു വണ്ടി തന്നെ പിടിച്ചു നിർത്താണ്. അതുകൊണ്ട് അവർക്ക് എങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. വണ്ടി അവിടെ തന്നെ നിൽക്കുന്നു. പെട്ടെന്നാണ് മെലീസ സാമിന്റെ കയ്യിലുള്ള ആ ഒരു അമ്പുമില്ലുണ്ടല്ലോ അതെടുത്ത് ഇവന്റെ നേർക്ക് കാണിച്ചു കൊടുക്കുന്നതും ഇവനിപ്പോ അവരെയൊന്നും ചെയ്യുന്നില്ല. പേടി വിട്ടിട്ട് അവരവിടെ നിന്ന് നടന്നങ്ങ് പോവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കാർ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് വെളിയിലേക്ക് പോകുന്നു. പോകുന്നതിന് മുന്നേ അവൻ പറയുന്നുണ്ട് നമ്മൾ ഉടനെ തന്നെ വീണ്ടും കാണും എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിൽക്കുന്നത്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്കാണ് സാം മെലിസയോട് പറയുന്നത്, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവുമെന്ന്. അങ്ങനെ ഒരുത്തനാണ് അവൻ. അപ്പോൾ മെലിസ ചോദിക്കും, അല്ല അതാരാന്ന് ചോദിക്കുമ്പോൾ അതാണ് ഡെവിൽ. അപ്പോൾ മെലിസ ചോദിക്കും, ശരി സ്കീർ എന്ത് ചെയ്ത് ചോദിക്കുമ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ അവനെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ചെല്ലുമ്പോഴത്തേക്കും ഒരു മരത്തിനടുത്ത് അവനെ കെട്ടിയിട്ടേക്കാണ്. വേറൊന്നുമല്ല, അവനും എന്തോ ഒരു പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർ വണ്ടി കൊണ്ട് അവിടെ നിർത്തിയിട്ട് മെലിസയെ കാറിലിരുത്തി, ഓക്കെ ഞാൻ അവനെ പോയി രക്ഷിച്ചുകൊണ്ട് വരാം, നീ ഇവിടെ തന്നെ ഇരിക്കെന്നും പറഞ്ഞ് സാം സ്കീയറിനടുത്തേക്ക് പോകുന്നു. ആ സമയം കൊണ്ട് ഇവരുടെ മുന്നിൽ ആ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളുണ്ടല്ലോ അയാൾ വീണ്ടും വരുന്നതും മെലിസ വിടുന്ന ആ ഒരു ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്ന് ഇവരെ ഇൻഫോം ചെയ്യാൻ വേണ്ടി ഹോൺ അടിക്കുന്നുണ്ട്. പക്ഷേ ആ ഹോൺ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാനും കഴിയുന്നില്ല. അങ്ങനെ അവൾ മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവനെ അവിടെ കാണുന്നില്ല. പെട്ടെന്ന് അവളുടെ ഡോറിനടുത്തായിട്ട് ആ ഒരുത്തം വന്ന് നിന്നിട്ട് ആ ഡോറുണ്ടല്ലോ അത് കൈകൊണ്ട് വലിച്ചങ്ങിളക്കും. എന്നിട്ട് അവളെ കൊല്ലുമെന്നുള്ള അവസ്ഥയിലേക്ക് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സാം അവനെ പിടിച്ച് നേരെ താഴേക്ക് ഒന്ന് വീഴാണ്. അങ്ങനെ താഴെ വീണ സാം അവനെ എടുത്തിട്ട് ഇടിക്കും. അതേപോലെ തന്നെ അവന്റെ കയ്യിലുള്ള അവൻ ബക്കറിന്റെ കയ്യിൽ നിന്നെടുത്തൊരു കല്ലുണ്ടല്ലോ അത് വലിച്ചെടുത്ത് കളയുമ്പോഴത്തേക്കും അവനിപ്പോൾ ആ ഒരു കല്ല് തിരക്കാണ്. അങ്ങനെ സാം അവനിടിക്കുന്നതും നമ്മുടെ സ്കീയറും ഹീറോയിനും ഈ ഒരു കാര്യം നിന്ന് കാണുമ്പോഴത്തേക്കും സ്കീയർ പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അടുത്തുള്ള ആ ഒരു ടെന്റിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കും. അങ്ങനെ അതിനകത്ത് മെലിസ പേടിച്ചിരിക്കുന്നതും ഇവിടെ സാമിനെ കാണിക്കുമ്പോൾ ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആ ഒരാള് ഒരു കത്തി ഉപയോഗിച്ച് സാമിനെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. അങ്ങനെ സാമിനെ കൊന്നതിന് ശേഷം അവന്റെ കയ്യിൽ നിന്ന് പോയ ആ ഒരു കാര്യമുണ്ടല്ലോ അതെടുത്ത് അവന്റെ കയ്യിലേക്ക് വെക്കും. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ നോക്കും. ഹീറോയിൻ എന്തായാലും ആ ഒരു ടെന്റിനകത്ത് ഒളിച്ചിരിക്കുന്നുള്ള കാര്യം അവൻ അറിയാം. അതുകൊണ്ട് തന്നെ അവൻ പതിയെ ആ ടെന്റിനടുത്തേക്ക് നടന്നു വന്ന് ഹീറോയിനെ വിളിക്കും. പക്ഷെ ഹീറോയിൻ പ്രതികരിക്കത്തില്ല. അങ്ങനെ ആ ഒരു ടെന്റിന് ചുറ്റിനോട് നടന്നു വന്നിട്ട് ഈ ടെന്റിനകത്തേക്ക് നോക്കുമ്പോൾ ഹീറോയിൻ അവിടെ കാണാനില്ല. എന്താന്ന് വെച്ചാല് അവനെ പരിച്ചിട്ട് ഹീറോയിൻ കുറച്ച് ദൂരേക്ക് തന്നെ ഓടിപ്പോയിട്ടുണ്ട്. അങ്ങനെ അവളുടെ അടുത്തേക്ക് പോയായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് സ്കീർ ഉണ്ടല്ലോ അവൻ പെട്ടെന്ന് ഇവന്റെ മുന്നിലേക്ക് വന്നിട്ട്, നീ എന്താ ചെയ്തേ, നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാനായിട്ട് വന്നാണ്. ഒരിക്കലും മനുഷ്യനെ കൊണ്ട് കഴിയാത്തൊരു കാര്യം ഞാൻ നിനക്ക് ചെയ്യാൻ പോകുന്നു. ഇതുകൂടിയാവുന്നത് നമ്മുടെ സ്കീർ പെട്ടെന്ന് മെലിസയെ നോക്കിയിട്ട്, മെലിസ ഒരു കാരണവശാലും ഇവിടെ നിൽക്കരുത്, നീ ഓടിക്കോ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് ആ ഒരു അമ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കും നമ്മുടെ സ്കീർ പെട്ടെന്ന് ആ ഒരു അമ്പ് ചെയ്ത് കൊടുക്കുന്നതും ഇവൻ പെട്ടെന്ന് തന്നെ ആ ഒരു അമ്പ് പിടിച്ചിട്ട് സ്കീയറിന്റെ അടുത്തേക്ക് വന്ന് അവന് ഒരുപാട് തവണ അവന്റെ വയറിലേക്ക് കുത്തി സ്കീയറിനെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ മെലീസയുടെ പുറകിൽ വരികയാണ്. ഇപ്പോൾ നമ്മുടെ മെലീസ കുറേ ദൂരം മുന്നിലേക്ക് പോയി. പക്ഷേ അവനാണെങ്കിലോ നല്ല സ്പീഡുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ മെലീസയുടെ അടുത്തേക്ക് വരും. അപ്പോഴേക്കും മെലീസ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു വലിയ തടിയെടുത്ത് അവനെ അടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അവനൊന്നും സംഭവിക്കത്തില്ല എന്നറിയാം. അപ്പോൾ മെലീസ ചോദിക്കും, നിനക്ക് എന്താ വേണ്ടേ, നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യം നിന്റെ കയ്യിലുണ്ട്, അത് തന്നാൽ മതി എന്ന് പറയുമ്പോൾ നിന്റെ ഒരു കാര്യം ഞാൻ എടുത്തിട്ടില്ല, എൻ്റെ കയ്യിൽ ഇല്ലാന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മുടെ മെലീസയ്ക്ക് അത് മനസ്സിലാവുന്നില്ല. ഇത് കണ്ട അവൻ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മെലീസ എടുത്ത ആ ഒരു തടിയുണ്ടല്ലോ
അത് വെച്ച് അവനെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവ ഒഴിഞ്ഞു മാറും. അങ്ങനെയാണ് അവസാനം മെലിസ ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അവന്റെ കയ്യിൽ കെട്ടിരിക്കുന്ന ആ ഒരു കല്ല് ഇത് കാണുമ്പോഴത്തേക്ക് അവൻ പറയും, ഇതല്ലേ എനിക്ക് ആവശ്യം, ഇത് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് കിട്ടാനുണ്ടെന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ മെലീസയുടെ മുടിയിലേക്ക് പിടിച്ചിട്ട് അവളെ വലിച്ചെടുത്ത് കൊണ്ടുപോവാണ്. മെലിസയ്ക്ക് ഇപ്പോൾ രക്ഷപ്പെടാനും കഴിയുന്നില്ല. അങ്ങനെ വലിച്ചെടുത്തോണ്ട് പോകുമ്പോഴത്തേക്ക് അവളുടെ കയ്യിൽ ഒരു കല്ല് കിട്ടും. അത് വെച്ചിട്ട് അവന്റെ കയ്യിലേക്ക് ഒരു ഒറ്റയടി. അപ്പോഴാണ് അവന്റെ കയ്യിലുള്ള ആ ഒരു കല്ലുണ്ടല്ലോ അത് പൊട്ടിപ്പോകുന്നു. അതിനെന്തോ ഒരു ഡാമേജ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ആ ദേഷ്യത്തില് അവൻ പെട്ടെന്ന് തിരിയുമ്പോഴത്തേക്കും മെലീസ ആ ഒരു കല്ലെടുത്ത് അവന്റെ തലയിലേക്ക് ഒരു അടി. അവന്റെ ബോധം പോയിട്ട് താഴേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ മെലീസ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതും കുറച്ചു കഴിഞ്ഞ് ഇവ കണ്ണു തുറക്കുമ്പോഴത്തേക്കാണ് ഇവന്റെ തലയിൽ നിന്നും രക്തം വരുന്നുണ്ട്. അതും നീല നിറത്തിലുള്ള രക്തം. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനു മുന്നേ മെലീസ ആ ഒരു കമ്പിൽ കണ്ട തുണിയും അതിൽ പറ്റിയിരുന്ന എന്തോ ഒരു കാര്യമുണ്ടല്ലോ നീല കളറിലുള്ള, അത് രക്തമായിരുന്നു. പക്ഷേ മെലീസയ്ക്ക് ഈ ഒരു കാര്യം ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ മെലീസ ഇതൊന്നും അറിയാതെ പെട്ടെന്ന് ആ ഒരു കാടിനുള്ളിലൂടെ അവളുടെ ആ ഒരു ടവറിനടുത്തേക്ക് ഓടിപ്പോവാണ്. ഇവനാണെങ്കിലോ ഒരുപാട് രക്തം പോയത് കൊണ്ട് തന്നെ ആ ഒരു ശരീരം അത് താങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ പതിയെ പതിയെ അവളുടെ പിറകെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. കുറെ നടന്നു വരുമ്പോഴത്തേക്കും അവന്റെ സ്ട്രെങ്ത് എല്ലാം പോയിട്ട് അവൻ താഴേക്ക് വീഴും. വീണ്ടും എഴുന്നേറ്റ് ആ ഒരു സ്ട്രെങ്ത് വീണ്ടെടുത്ത് പിന്നെയും അവളുടെ പിറകെ തന്നെ വരും. ഇവിടെ നമ്മുടെ മെലീസ ആണെങ്കിലോ ഓടി ഓടി അവസാനം ആ ടവറിനടുത്തേക്ക് എത്തി. അങ്ങനെ മെലീസ പെട്ടെന്ന് തന്നെ ആ ഒരു ടവറിന് മുകളിലേക്ക് കയറും. എന്നിട്ട് അവൾ കണ്ടുപിടിച്ച ആ ഒരു കല്ലുകളുണ്ടല്ലോ അതെടുത്ത് ഒളിപ്പിച്ചു വെച്ച് ഒരു കോടാലി എടുത്തിട്ട് അവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് അതിനകത്തേക്ക് വേറൊരാൾ കയറി വരുന്നു. അപ്പോൾ മെലീസ ചോദിക്കും, അല്ല നിങ്ങളാരെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് അവൻ പറയുന്നത്, ഏയ് ഞാൻ നിന്റെ ഫ്രണ്ടാണ് റോയി എന്ന് പറയുന്നതും അവളോട് രാത്രിയിൽ സംസാരിക്കുന്ന ഒരു റേഞ്ചർ ഉണ്ടല്ലോ അയാളായിരുന്നു അത്. പെട്ടെന്ന് തന്നെ റോയിയുടെ പിറകിലെ ആ ഒരു വില്ലൻ വന്ന് റോയിനെ പിടിച്ചൊരു ഒറ്റയേറെ ടവറിന് മുകളിൽ നിന്നും അവൻ നേരെ താഴേക്കൊന്ന് വീഴുന്നു. ഇത് കണ്ട മെലീസ അലറി വിളിക്കുന്നതും ഇവനിപ്പോൾ അകത്തേക്ക് വന്ന് ആ കല്ലുകൾ അന്വേഷിക്കുകയാണ്. അതേസമയം മെലീസ ആണെങ്കിലോ ഓടി വെളിയിലേക്ക് വന്നിട്ട് തന്റെ ഫ്രണ്ടിന് എന്ത് സംഭവിച്ചെങ്കിലും നോക്കാണ്. അതുമല്ല അവൾക്കാണെങ്കിലും നല്ല ദേഷ്യമുണ്ടല്ലോ. പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നിട്ട് അവിടെ ഇരിക്കുന്ന കുറെ കല്ലുകളെടുത്ത് വെളിയിലേക്ക് ഒരു ഒറ്റയേറ്. ഇത് കണ്ട വില്ലനാണെങ്കിലോ ആ ഒരു ടവറിന് മുകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി വന്ന് ആ ഒരു കല്ലെടുക്കാനായിട്ട് പോകുന്നു. ഹീറോയിൻ ആണെങ്കിൽ ആ ഒരു വലിയ കോടാലി എടുത്ത് നേരെ താഴേക്ക് വന്ന് റോയിനെ നോക്കുമ്പോഴത്തേക്കും റോയി മരിച്ചിട്ടില്ല. പക്ഷെ അവൻ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവനെ രക്ഷിച്ചേ മതിയാവൂ. അപ്പോഴേക്കും താഴെ വന്ന നമ്മുടെ വില്ലൻ അവനിപ്പോൾ ആ ഒരു കല്ലുകൾ അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് അവസാനം ആ കല്ല് കണ്ടുപിടിക്കും. അങ്ങനെ അതെടുത്ത് സന്തോഷിക്കാൻ നിൽക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് അത് അവൻ അന്വേഷിക്കുന്ന ആ ഒരു കല്ലുകളല്ല, അത് ഫേക്കാണ്. എന്നിട്ടാണ് മെലീസയുടെ അടുത്തേക്ക് വന്ന് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നേ, എവിടെ എന്റെ കല്ലുകൾ എന്നെല്ലാം ചോദിച്ച് ദേഷ്യപ്പെട്ട് നമ്മുടെ മെലീസയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ ആ കോടാലി പെട്ടെന്ന് എടുത്തിട്ട് അവന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ വെട്ട്. അങ്ങനെ വെട്ടുകൊണ്ടിട്ട് ഈ വേദന കാരണം അവളെ കറങ്ങി കറങ്ങി നടന്ന് അവസാനം അവൻ നേരെ താഴേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ മെലീസ ഇവിടെ കുറച്ചു നേരം മാറിയിരിക്കാണ്. എല്ലാം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സമയത്താണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. സത്യത്തിൽ വെട്ടുകൊണ്ട് കൊടുക്കുന്ന ആ ഒരു മനുഷ്യന്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ ശക്തി ഇപ്പൊ അവന്റെ കണ്ണിലൂടെ അടുത്ത് കിടക്കുന്ന റോയി എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ അവന്റെ ശരീരത്തിലേക്ക് കയറും. അപ്പൊ ഇതിനോട് തന്നെ നമുക്ക് മനസ്സിലായി രാത്രിയിലെ നമ്മുടെ ഹീറോയിൻ കിടക്കുമ്പോഴത്തേക്ക് ആകാശത്ത് നിന്ന് എന്തോ ഒരു വെളിച്ചം താഴേക്ക് വീണിരുന്നല്ലോ. അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഏലിയൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു ശക്തികളായിരിക്കാം. അതാണ് ഇപ്പൊ ഈ മനുഷ്യരെ കൺട്രോൾ ചെയ്യുന്നതും. അതിനാവശ്യമായിരിക്കണം എലീസയുടെ കയ്യിൽ കിട്ടിയ ആ ഒരു കല്ലുകൾ. അങ്ങനെ ആ ഒരു ക്രീച്ചർ വീണ്ടും ഇവളുടെ പിറകെ തന്നെ എഴഞ്ഞെഴിഞ്ഞ് വരികയാണ്. റോയിയുടെ കാലും കൈയൊക്കെ ഒടിഞ്ഞത് കൊണ്ട് തന്നെ നടക്കാൻ കഴിയത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ എഴുതിയിട്ട് അവളുടെ ആ ഒരു വണ്ടിക്കകത്തേക്ക് കയറിയിട്ട് റേഡിയോ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ക്രിയേച്ചർ ആ റേഡിയോ കൺട്രോൾ ചെയ്തിട്ട് അതിലൂടെ അവളോട് സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തായാലും രക്ഷപ്പെട്ടു പോകാൻ കഴിയത്തില്ല. ഇതിനെ കൊല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവളിപ്പോൾ വലിയൊരു കമ്പി എടുത്തുകൊണ്ട് വന്ന് തന്റെ ഫ്രണ്ടിനെയാണ് അവളിപ്പോൾ കൊല്ലാൻ പോകുന്നത്. ഇപ്പൊ അവനെ കൊല്ലാതെ ഈ ക്രീച്ചറിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല എന്നവൾക്കറിയാം. അതുകൊണ്ട് തന്നെ റോയിനെ അടിച്ചിട്ട് അവന്റെ ബോധം കെടുത്തുന്നുണ്ട്. അവനെ കൊല്ലുന്നില്ല. എന്നിട്ട് പറയും, നീ ഇവിടെ തന്നെ നിൽക്ക്, എന്തായാലും സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ ആരെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് ടവറിന് മുകളിലേക്ക് വരുന്നു. എന്നിട്ട് അവളുടെ ആ ഒരു ബോസ് ഉണ്ടല്ലോ എഡ്വേർഡ് എന്ന് പറഞ്ഞിട്ട് അയാളെ വിളിക്കുമ്പോഴത്തേക്കും അയാൾ പറയും, നീ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് അവിടേക്ക് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞ് അയാൾ റേഡിയോ കട്ട് ചെയ്യുന്നതും അവൾ ആ ഒരു റേഡിയോ എടുത്ത് മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഒറ്റയേറ്. അങ്ങനെ അന്നത്തെ ദിവസം അവൾ അവിടെ തന്നെ കഴിഞ്ഞ് ഇപ്പൊ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കാണ് എഡ്വേർഡും ടീമും ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. അങ്ങനെ എഡ്വേർഡ് വന്നിട്ട് അവളെ സമാധാനിപ്പിച്ച് അവളെ കാറിലേക്ക് എത്തുന്നതും ബില്ലി എന്ന് പറഞ്ഞ ആ ഒരു പയ്യനുണ്ടല്ലോ അവൻ ഇപ്പോൾ കാടിനകത്തേക്ക് പോയിട്ട് അവിടെയുള്ള ശരീരങ്ങളെല്ലാം നോക്കി തിരിച്ചു വന്ന് താഴെ ഒരു കറുത്ത നിറത്തിലുള്ള എന്തോ കിടപ്പുണ്ട്, അതിലേക്ക് കൈവച്ചിങ്ങനെ നോക്കും. അതേപോലെ തന്നെ മെലിസയുടെ സാധനങ്ങളെല്ലാം ആ ടവറിൽ നിന്നും വണ്ടിയിലേക്ക് കയറ്റിയിട്ട് ഇപ്പോൾ എഡ്വേർഡ് നേരെ ബില്ലിയുടെ അടുത്തേക്ക് വന്ന്, ബില്ലി ഇനിയിപ്പോൾ പുതിയ 2 റേഞ്ചർമാരെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പാടാണ്, അതുവരെ നീ ഇവിടെ നിൽക്കണം എന്ന് പറയുമ്പോൾ ബില്ലി പറയും, ഓക്കെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട്
ഇപ്പോൾ നമ്മുടെ മെലിസേന്റെ സാധനങ്ങളെല്ലാം വണ്ടിയിലേക്ക് കയറ്റി അവളെയും കൊണ്ട് എഡ്വേർഡ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബില്ലിയെ കാണിക്കുമ്പോഴത്തേക്കാണ് ബില്ലി ആ ടവറിനുള്ളിലെ ഒരു ബക്കറ്റ് തുറന്നു നോക്കുന്നത്. മെലിസ ആ ഒരു കല്ലുകളെല്ലാം ബക്കറ്റിനകത്താണ് വെച്ചേക്കുന്നത്. അതിപ്പോ ബില്ലി കാണുന്നതും ആ ഒരു കല്ലെടുത്ത് വെളിയിലേക്ക് വരുമ്പോൾ അവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ്. ആ ക്രീച്ചർ ഒരിക്കലും ഇവിടെ നിന്ന് പോയിട്ടില്ല. അതിപ്പോ ബില്ലിയെ കൺട്രോൾ ചെയ്ത് അവന്റെ ഉള്ളിൽ ജീവിക്കാണ്. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിച്ചു. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.